നാരായണീയം 92 ദശകം കർമ്മമിശ്രഭക്തി. വേദൈ സർവാണി കർമാണ്യഫലപരതയാ വർണ്ണതാനീതി ബുദ്ധ്വാ താനി ത്വയർപ്പിതാന്യേവ ഹി സമനുചരൻ യാനി നൈഷ്കർമ്മ്യമീശ. മാ ഭൂവേദ്വേദൈർനിഷിദ്ധേ കുഹചിദപി മനഃ കർമ്മവാചാം പ്രവൃത്തിർദുർവർജം ഛേദവാപ്തം തദപി ഖലു ഭവത്യർപ്പയേ ചിത്പ്രകാശേ. യസ്ത്വന്യ കർമ്മയോഗസ്തവ ഭജനമയസ്തത്ര ചാഭീഷ്ടമൂർത്തിം ഹൃദ്യാം സത്വൈകരൂപാം ദൃഷതി ഹൃദി മൃതി ക്വാപി വാ ഭാവയത്വാം. പുഷ്പൈർഗന്ധൈർനിവേദ്യൈരപി ച വിരചിതൈ ശക്തിദോ ഭക്തിപൂതൈർനിത്യം വര്യാം സപര്യാം വിദധതൈ വിഭോ ത്വത്പ്രസാദം ഭജേയം. സ്ത്രീശൂദ്രാസ്ത്വത് കദാതിശ്രവണ വിരഹിത ആസദാം തേ ദയാർഹാസ്ത്വത് പാദാസന്നയാതാൻ ദ്വിജകുലജനുഷോ ഹന്ത ശോചാമൃശാന്താൻ. വൃത്യർത്ഥം തേ യജന്തോ ബഹുകഥിതമപി ത്വാമനാകർണയന്തോ ദൃക്താം വിദ്യാഭിജാത്യൈ കിമു ന വിദധതേ താദൃശം മാകൃതാ മാം. പാപോയം കൃഷ്ണരാമേത്യഭിലപതി നിജം ഗുഹിതും ദുശ്ചരിത്രം നിർലജ്ജസ്യാസ്യ വാചാം ബഹുതര കഥനീയാനി മേ വിഘ്നിതാനി. ഭ്രാതാ മേ വന്ധ്യശീലോ ഭജതി കില സദാ വിഷ്ണുമിത്തം ബുധാംസ്തേ നിന്ദന്ത്യുച്ചൈർഹസന്തി ത്വയി നിഹിതരതിം താദൃശം മാകൃതാ മാം. ശ്വേതഛായാം കൃതേ ത്വാം മുനിവരവപുഷം പ്രീണയന്തേ തപോഭിസ്ത്രേതായാം സുശ്രുവാദ്യാങ്കിതമരുണതനും യജ്ഞരൂപം യജന്തേ. സേവന്തേ തന്ത്രമാർഗൈർവിലസദരിഗതം ദ്വാപരേ ശ്യാമളാംഗം നീലം സങ്കീർത്തനാദ്യൈരിഹ കലിസമയേ മാനുഷാസ്ത്വാം ഭജന്തേ. സോയം കാലേയ കാലോ ജയതി മുരരിപോ യത്ര സങ്കീർത്തനാദ്യൈർനിർയത്നൈരേവ മാർഗൈരഖിലതന ചിരാത് ഭജന്തേ. ജാതാസ്ത്രേതാകൃതാദാവപി ഹി കില കലൗ സംഭവം കാമയന്തേ. ദൈവാത് തത്രൈവ ജാതാൻ വിഷയവിഷരസൈർമാ വിഭോ വഞ്ചയാസ്മാൻ. ഭക്താസ്താവത് കലൗ സ്യുർദ്രമിള ഭുവി തതോ ഭൂരിശസ്തത്ര ചോച്ചൈ കാവേരിം താമ്രപർണീമനുകില കൃതമാലാം ച പുണ്യാം പ്രതീചിം. ഹാ മാമപ്യേതന്തർഭവമപി ച വിഭോ കിഞ്ചിദഞ്ജസ്ദ്രസം ത്വയാ ശാപാശൈർനിബധ്യ ഭ്രമയ ന ഭഗവൻ പൂരയത്വന്യഷേവാം. ദൃഷ്ട്വാ ധർമ്മദ്രുഹം തം കലിമപകരുണാം പ്രാങ്മഹീക്ഷിത് പരീക്ഷിദ്ദന്തും വ്യാകൃഷ്ടഗഡ്ഗോപിന വിനിഹതവാൻ സാരവേദീ ഗുണാംശാത്. ത്വൽസേവാദ്യാശു സിദ്ധ്യേദസദിഹ ന തദാ ത്വത്പരേ ചൈഷഭീരുര്യത്തു പ്രാഗേവ രോഗാദിപിരപഹരതേ തത്ര ശിക്ഷയൈനം. ഗംഗാഗീതാ ച ഗായത്ര്യപി ച തുളസികാ ഗോപികാ ചന്ദനം തത് സാളഗ്രാമാഭിപൂജാ പരപുരുഷ തദേകാദശീ നാമവർണ്ണ. ഏതാന്യഷ്ടാപ്യയത്നാന്യൈ
കലിസമയേ ത്വത്പ്രസാദപ്രവൃദ്ധ്യാം ക്ഷിപ്രം മുക്തിപ്രദാനിത്യഭിദദു ഋഷയസ്തേഷു മാം സജ്ജയേതാം ദേവർഷീണാം പിതॄണാമപി ന പുനർണീ കിങ്കരോ വാസഭൂമൻ യോസൗ സർവാത്മനാ ത്വം ശരണമുപഗതം സർവകൃത്യാനി ഹി ത്വാം തസ്യോത്പന്നം വികർമാപ്യഖിലമവനുദസ്യേവ ചിത്തസ്ഥിതസ്ത്വം തന്മേ പാപോത്ഥതാപാൻ പവനപുരപദേ രുന്ധി ഭക്തിം പ്രണീയ. ഒന്ന് നമോ നാരായണായ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. മോക്ഷാബ്ധിസാരമയ ഭാഗവതാഖ്യദധ്നോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയൗഖപരിതപ്തജനായ യോദാത് നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമന്നാരായണീയം ദശകം 92 കർമ്മമിശ്രഭക്തി. ശ്രീമദ് ഭാഗവതം ഏകാദശം 3-ാം അധ്യായം 43-ാം ശ്ലോകം മുതൽ ആ അധ്യായം കഴിയുന്നതുവരെയുള്ള ഭാഗവും 5-ാം അധ്യായവും ഈ ദശകത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. നവയോഗികളിൽ ആവിർഹോത്രൻ, ചമസൻ, കരഭാജനൻ എന്നിവരുടെ ഉപദേശസാരമാണ് ഈ ദശകത്തിലെ പ്രതിപാദ്യം. കർമ്മയോഗം വൈദികം താന്ത്രികം എന്ന് 2 വിധത്തിലുണ്ട്. അതിൽ വൈദിക കർമ്മയോഗത്തെപ്പറ്റി ആദ്യം പറയണു. വേദൈ സർവാണി കർമാണ്യഫലപരതയാ വർണ്ണിതാനീതി ബുദ്ധ്വാ താനി ത്വയ്യർപ്പിതാന്യേവഹി സമനുചരൻ യാനി നൈഷ്കർമ്യമീശ മാ ഭൂദ്വേദൈർനിഷിദ്ധേ കുഹചിദപി മനഃകർമ്മവാചാം പ്രവൃത്തിർദുർവർജം ചേദവാപ്തം തദപി ഖലു ഭവത്യർപ്പയേച്ചിൽ പ്രകാശേ. ഭട്ടതിരിപ്പാട് പറയാണ്, ഫലം ആഗ്രഹിക്കാതെ കർമ്മങ്ങൾ അനുഷ്ഠിക്കണമെന്നാണ് വേദവിധി. ഇത് മനസ്സിലാക്കി ഞാൻ കർമ്മങ്ങളെല്ലാം അങ്ങയിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നവനായി ജ്ഞാനമാർഗത്തെ പ്രാപിച്ചോളാം നിശ്ചയം. വേദങ്ങളെ നിഷേധിച്ചിട്ടുള്ള ഒരു വിഷയത്തിലും എൻ്റെ മനസ്സ്, ശരീരം, വാക്ക് ഇവ പ്രവർത്തിക്കരുത്. വർജിക്കാൻ കഴിയാത്ത വല്ലതും വന്നു ചേരുകയാണെങ്കിൽ അതും ആ ചൈതന്യപ്രകാശ സ്വരൂപനായ അങ്ങയിൽ ഞാൻ തീർച്ചയായും സമർപ്പിക്കുന്നു. യസ്ത്വന്യകർമ്മയോഗസ്തവ ഭജനമയസ്തത്ര ചാഭീഷ്ടമൂർത്തിം ഹൃദ്യാം സത്വൈകരൂപാം ദൃശതി ഹൃദി മൃദി ക്വാഭിവാ ഭാവയിത്വാ പുഷ്പൈർഗന്ധൈർനിവേദ്യൈരപി ച വിരചിതൈ ശക്തിദോ ഭക്തിബോധൈർനിത്യം വര്യാം സപര്യാം വിദധദൈ വിഭോ ത്വൽപ്രസാദം ഭജേയം. ഭഗവാനെ, വൈദിക കർമ്മയോഗത്തിൽ നിന്ന് ഭിന്നമായി അങ്ങയെ ഭജിക്കുക എന്ന യാതൊരു കർമ്മയോഗമുണ്ടോ ആ താന്ത്രിക കർമ്മയോഗത്തിൽ മനോഹരവും കേവല സാത്വികവും മനസ്സിനിണങ്ങിയതുമായ ഭഗവത് സ്വരൂപത്തെ കല്ലിലോ മനസ്സിലോ മണ്ണിലോ മറ്റെവിടെയെങ്കിലും സങ്കല്പിച്ചിട്ട് ആവാഹനാദികൾ ചെയ്തിട്ട് കഴിവിനനുസരിച്ച് സമ്പാദിച്ചതും ഭക്തി കൊണ്ട് ശുദ്ധമാക്കിയതുമായ തുളസി മുതലായ പുഷ്പങ്ങൾ, ചന്ദനം മുതലായ സുഗന്ധദ്രവ്യങ്ങൾ, പായസം മുതലായ നിവേദ്യങ്ങൾ ഇവയെ കൊണ്ടെല്ലാം നിത്യവും ഉത്തമമായ പൂജ ചെയ്തുകൊണ്ട് അങ്ങയുടെ പ്രസാദം ഞാൻ നേടിക്കൊള്ളാം. സ്ത്രീശൂദ്രാസ്ത്വൽകഥാതിശ്രവണവിരഹിത ആസദാം തേ ദയാർഹാസ്ത്വൽപാദാസന്നയാദാൻ ദ്വിജകുലജനുഷോ ഹന്ത ശോചാമ്യശാന്താൻ വൃത്യർത്ഥം തേ യജന്തോ ബഹുകഥിതമഭി ത്വാമനാകർണയന്തോ ദൃപ്ത വിദ്യാഭിജാത്യൈ കിമുന വിദധദേ താദൃശം മാ കൃധാമാം.
ഭഗവാനെ, അങ്ങയുടെ കഥകളും നാമങ്ങളും കേൾക്കുകയോ പാടുകയോ ചെയ്യാൻ അവസരം കിട്ടാത്ത അനുകമ്പ അർഹിക്കുന്ന സ്ത്രീകളുടെയും ശൂദ്രന്മാരുടെയും കാര്യം അവിടെ നിൽക്കട്ടെ. അങ്ങയുടെ പാദാരവിന്ദങ്ങളുടെ സമീപമെത്തിയവരും എന്നിട്ടും വിഷയാസക്തന്മാരുമായ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യരെ പറ്റി കഷ്ടം ഞാൻ ദുഃഖിക്കണു. ആ ത്രൈവർണികർ ഉപജീവനത്തിനു വേണ്ടി യാഗം ചെയ്യണു. പല പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ടും അങ്ങയെ കേട്ട് മനസ്സിലാക്കണില്ല. അറിവുകൊണ്ടും അഭിജാത്യം കൊണ്ടും മറ്റും അഹങ്കാരികളായിട്ട് ഏത് നീചകൃത്യവും ചെയ്യണു. എന്നെ അത്തരക്കാരനാക്കി തീർക്കരുതേ. പാപോയം കൃഷ്ണരാമേത്യഭിലപതി നിജം ഗൂഹിതും ദുശ്ചരിത്രം നിർലജ്ജസ്യാസ്യ വാചാ ബഹുതര കഥനീയാനി മേ വിഘ്നിതാനി. ഭ്രാതാ മേ വന്ധ്യശീലോ ഭജതി കില സദാ വിഷ്ണുമിദ്ധം ബുധാംസ്തേ നിന്ദന്ത്യുച്ചൈർഹസന്തി ത്വയി നിഹിതമതീം താദൃശം മാ കൃധാ മാം. പാപോയം, ഈ മഹാപാപി തൻ്റെ ദുഷ്കൃതത്തെ മറച്ചു വയ്ക്കാനായിട്ട് കൃഷ്ണ രാമ എന്നിങ്ങനെ 4 ദിക്കിലും കേൾക്കത്തക്ക വിധം ഉറക്കെ ജപിക്കണു. നാണം കെട്ട ഇയാളുടെ ഈ ജപം കാരണം എനിക്ക് പറയാനുള്ള പല കാര്യങ്ങളും പറയാൻ അവസരം കിട്ടാതെ മുടങ്ങിപ്പോയിരിക്കുന്നു. പറഞ്ഞു ഏൽപ്പിച്ച കാര്യം മുഴുവനും നിഷ്ഫലമാക്കുന്ന സ്വഭാവത്തോടു കൂടിയ എൻ്റെ സഹോദരൻ എപ്പോഴും വിഷ്ണുവിനെ ഭജിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നടിക്കുന്നു. ഇപ്രകാരം ആ അഭക്തന്മാരായ ദ്വിജന്മാർ അങ്ങയിൽ ബുദ്ധി അർപ്പിച്ചിട്ടുള്ളവരും ജ്ഞാനസമ്പന്നരുമായ ഉത്തമ ഭക്തന്മാരെ നിന്ദിക്കുകയും ഉറക്കെ പരിഹസിക്കുകയും ചെയ്യണു. എന്നെ അത്തരക്കാരനാക്കി തീർക്കരുതേ എന്ന് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുകയാണ്. ശ്വേതച്ഛായം കൃതേ ത്വാം മുനിവരവപുഷം പ്രീണയന്തേ തപോഭിസ്ത്രേതായാം സൃക്സ്രുവാദ്യങ്കിതമരുണതനും യജ്ഞരൂപം യജന്തേ സേവന്തേ തന്ത്രമാർഗൈർവിലസദരിഗതം ദ്വാപരേ ശ്യാമളാംഗം നീലം സങ്കീർത്തനാദ്യൈരിഹ കലിസമയേ മാനുഷാസ്ത്വാം ഭജന്തേ. മനുഷ്യര് കൃതയുഗത്തിൽ വെളുത്ത കാന്തിയുള്ളവനും മുനിശ്രേഷ്ഠൻ്റെ ബ്രഹ്മചാരിയുടെ രൂപത്തോടു കൂടിയവനുമായ അങ്ങയെ ശമം ദമം ധ്യാനം മുതലായവയാൽ സന്തോഷിപ്പിക്കുന്നു. ത്രേതായുഗത്തിൽ ചുവന്ന ശരീരത്തോടു കൂടിയവനും ജുഹു സ്രുവം മുതലായവ ധരിക്കുന്നവനും യജ്ഞമൂർത്തിയുമായ അങ്ങയെ യാഗം കൊണ്ട് പ്രീതിപ്പെടുത്തുന്നു. ദ്വാപരയുഗത്തിൽ ശ്യാമളവർണ്ണനും ശംഖചക്ര ഗദാപത്മധാരിയുമായ അങ്ങയെ താന്ത്രിക പൂജാദികളെ കൊണ്ട് സേവിക്കുന്നു. ഈ കലിയുഗത്തിൽ നീലനിറമാർന്ന അങ്ങയെ നാമസങ്കീർത്തനം കഥാശ്രവണം മുതലായവ കൊണ്ട് ഭജിക്കുന്നു. സോയം കാലേയകാലോ ജയതി മുരരിഭോ യത്ര സങ്കീർത്തനാദ്യൈർനിർയത്നൈരേവ മാർഗൈരഖിലത ന ചിരാത്വൽപ്രസാദം ഭജന്തേ. ജാതാസ്ത്രേതാ കൃതാദാവഭി കില കലൗ സംഭവം കാമയന്തേ ദൈവാ തത്രൈവ ജാതാൻ വിഷയവിഷരസൈർമാ വിഭോ വഞ്ചയാസ്മാൻ. ദുഷ്ടനായ മുരാസുരനെ വധിച്ചവനും ഭക്തന്മാർക്ക് സകല അഭീഷ്ടങ്ങളും നൽകുന്ന ഗുരുവായൂരപ്പ, ഈ കലികാലത്ത് അനായാസേന നാമജപാദികളെ കൊണ്ട് ജനങ്ങൾ പെട്ടെന്ന് ഭഗവാന്റെ അനുഗ്രഹം നേടുന്നു. മറ്റു യുഗങ്ങളിൽ ജനിച്ചവർ പോലും ഈ കലിയുഗത്തിൽ വന്ന് പിറക്കാൻ ആഗ്രഹിക്കുന്നു. പുണ്യവശാൽ ഈ കലിയുഗത്തിൽ ജനിച്ച ഞങ്ങളെ ഭഗവാനെ അവിടുന്ന് വിഷയമാകുന്ന വിഷത്തിൽ രസമുണ്ടാക്കി വഞ്ചിക്കരുതേ. ഭക്താസ്താവത് കലൗ സ്യോർദ്രമിളഭുവി തതോ ഭൂരിശസ്തത്ര ചോച്ചൈ കാവേരീം താമ്രവർണീമനുകില കൃതമാലാം ച പുണ്യാം പ്രതീചീം. ഹാ മാമപ്യേതദന്തർഭവമപി ച വിഭോ കിഞ്ചിദഞ്ജദ്രസം ത്വയ്യാശാപാശൈർനിബധ്യ ഭ്രമയന ഭഗവൻ പൂരയത്വന്നിഷേവാം. കലിയുഗത്തിൽ എല്ലായിടത്തും ഭക്തന്മാരുണ്ടാവും. ദക്ഷിണേന്ത്യയിൽ മറ്റ് പ്രദേശങ്ങളിലേക്കാൾ വളരെയധികം ഭക്തന്മാരുണ്ടാവും. അതിലും വെച്ച് കാവേരി, താമ്രപർണി, കൃതമാല, പരിപാവനിയായ നിള ഇവയുടെ സമീപ പ്രദേശങ്ങളിൽ ധാരാളം ഭക്തന്മാരുണ്ടാവും എന്നാണല്ലോ പ്രസിദ്ധി.
സർവശക്തനായ ഗുരുവായൂരപ്പ, ഈ പുണ്യനദികളുടെ മധ്യഭൂഭാഗത്തിൽ ജനിച്ചവനും എന്ന് തന്നെയല്ല അങ്ങയിൽ കുറച്ച് ഭക്തിരസമുണ്ടായവനുമായ എന്നെയും കഷ്ടം വിഷയാഭിലാഷങ്ങളാകുന്ന പാശങ്ങളാൽ മുറുക്കി കെട്ടി വട്ടം കറക്കരുതേ. ഭഗവാനെ, അങ്ങയെ വഴിപോലെ സേവിക്കുക എന്നത് എനിക്ക് പൂർത്തിയാക്കി തരണേ. ദൃഷ്ട്വാ ധർമ്മദ്രുഹം തം കലിമപകരുണം പ്രാങ്മഹീക്ഷിത് പരീക്ഷിത് ഹന്തും വ്യാകൃഷ്ടഖഡ്ഗോപി ന വിനിഹതവാൻ സാരവേദീ ഗുണാംശാത് ത്വൽസേവാദ്യാശു സിദ്ധ്യേദസദിഹ ന തഥാ ത്വൽപരേ ചൈഷ ഭീരുർയത്തു പ്രാഗേവ രോഗാദിഭിരപഹരതേ തത്ര ഹാ ശിക്ഷയൈനം. പണ്ട് പരീക്ഷിത്ത് മഹാരാജാവ് ധർമ്മത്തെ ദ്രോഹിക്കുന്നവനും നിർദ്ദയനുമായ കലിയെ കണ്ടിട്ട് അവനെ കൊല്ലാനായിട്ട് വാളൂരിയെങ്കിലും സാരജ്ഞനായ അദ്ദേഹം കലിയുടെ ഗുണവശങ്ങളെപ്പറ്റി ആലോചിച്ച് അവനെ കൊന്നുകളഞ്ഞില്ല. കലിയുഗത്തിൽ അങ്ങയെ സേവിക്കുക എന്നതും സത്സംഗാദികളും പെട്ടെന്ന് ഫലം നൽകുന്നതാണ്. ദുഷ്കർമ്മം അങ്ങനെയല്ല, സാവധാനത്തിലെ ഫലം തരൂ. ഇവൻ ഈ കലി അങ്ങയുടെ ഭക്തന്മാരിൽ ഭയമുള്ളവനുമാണ്. ഭജനാദികൾക്ക് മുമ്പ് തന്നെ രോഗം, ദാരിദ്ര്യം മുതലായവയാൽ ഭജനാദികളിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കുന്നു. അതുകൊണ്ട് അയ്യോ, ഈ കലിയെ അങ്ങ് ശിക്ഷിക്കണേ. ഗംഗാ ഗീതാ ച ഗായത്രപി ച തുളസികാ ഗോപികാ ചന്ദനം തദ് സാളഗ്രാമാഭിപൂജ പരപുരുഷ തഥൈകാദശീ നാമ വർണ്ണ ഏതാന്യഷ്ടാപ്യയത്നാന്യയി കലിസമയേ ത്വൽപ്രസാദ പ്രവൃദ്ധ്യാ ക്ഷിപ്രം മുക്തിപ്രദാനീത്യഭിദധുഋഷയ തേഷു മാം സജ്ജയേഥ. ഈ കലിയുഗത്തിൽ ഭഗവത് പ്രസാദം വഴി സദ്യോമുക്തിപ്രദങ്ങളും പ്രയാസം കുറഞ്ഞവയുമായ 8 ഭജന മാർഗങ്ങളെ ഭട്ടതിരിപ്പാട് പറഞ്ഞു തരികയാണ്. ഗംഗയും ഗീതയും ഗായത്രിയും തുളസിയും ആ ഗോപീചന്ദനവും സാളഗ്രാമ പൂജയും അപ്രകാരം ഏകാദശിയും തിരുനാമാക്ഷരങ്ങളും ക്ലേശമില്ലാത്ത ഈ 8 എണ്ണവും അല്ലയോ പുരുഷോത്തമ, അങ്ങയുടെ പ്രസാദം വർദ്ധിപ്പിക്കുന്നതിനാൽ കലികാലത്ത് വേഗത്തിൽ മുക്തിയെ നൽകുന്നവയാണെന്ന് ഋഷിമാർ പറഞ്ഞിട്ടുണ്ട്. അവയിൽ എനിക്ക് ആസക്തിയുണ്ടാക്കി തീർക്കണമേ. ഗംഗാജലത്തിൽ സ്നാനം, പാനം, തർപ്പണം മുതലായവ ചെയ്യുക. ഗീത പാരായണ, ശ്രവണ, മനനാദികൾ ചെയ്യുക. വേണ്ടതുപോലെ ഗായത്രി ജപിക്കുക. തുളസി പരിചരണം, തുളസീദള അർച്ചന, ധാരണാദികൾ അനുഷ്ഠിക്കുക. ഭഗവത് പ്രസാദമായ ചന്ദന കളഭാദികൾ ധരിക്കുക. സാളഗ്രാമ പൂജ ചെയ്യുക. ഏകാദശി നോൽക്കുക. നാമസങ്കീർത്തനം ചെയ്യുക. ഇതെല്ലാം വിഷ്ണു പ്രീതികരങ്ങളും സദ്യോമുക്തിപ്രദങ്ങളുമാണെന്ന് മഹർഷിമാർ പറഞ്ഞിട്ടുണ്ട്. ഇവയെ അനുഷ്ഠിക്കാൻ അത്ര പ്രയാസമില്ലേനും. ദേവർഷീണാം പിതॄണാമപി ന പുനർണീ കിങ്കരോ വാ സഭൂമൻ യോസൗ സർവാത്മനാ ത്വാം ശരണമുപഗതഃ സർവകൃത്യാനി ഹിത്വാ തസ്യോൽപന്നം വികർമാപ്യഖിലമബനുദസ്യേവ ചിത്തസ്ഥിതസ്ത്വം തന്മേ പാപോത്ഥതാപാൻ പവനപുരപദേ രുന്ധി ഭക്തിം പ്രണീയ. ആരാണോ എല്ലാ കർത്തവ്യങ്ങളും കൈവെടിഞ്ഞ് എല്ലാ പ്രകാരത്തിലും പരിപൂർണ സ്വരൂപ അങ്ങയെ ശരണം പ്രാപിക്കുന്നത്, അവൻ ദേവന്മാർക്കും ഋഷിമാർക്കും പിതൃക്കൾക്കും കടക്കാരനായിരിക്കുകയോ ദാസനായി ജനിക്കുകയോ ചെയ്യണില്ല. അവന് വന്നുപെട്ട നിഷിദ്ധ കർമ്മഫലം മുഴുവനും ഭഗവാൻ ഹൃദയത്തിലിരുന്നു കൊണ്ട് തീരെ നശിപ്പിക്കണു. അതുകൊണ്ട് ഗുരുവായൂരപ്പ, അങ്ങ് എനിക്ക് പാപം നിമിത്തമുണ്ടായ ദുഃഖങ്ങളെ ഇല്ലാതാക്കണേ. ഭക്തി വേണ്ടതുപോലെ ഉണ്ടാക്കി തരികയും വേണം. മനുഷ്യര് 3 ഋണങ്ങളോടുകൂടിയാണ് ജനിക്കുന്നത്. ദേവഋണം, ഋഷിഋണം, പിതൃഋണം. ദേവന്മാർക്കുള്ളത് യാഗാദികൾ അനുഷ്ഠിച്ചും, ഋഷികൾക്കുള്ളത് വേദാധ്യയനം ചെയ്തും, പിതൃക്കൾക്കുള്ളത് സന്താനോൽപാദനം ചെയ്തുമാണ് വീട്ടേണ്ടത്. സർവകർമ്മങ്ങളും ഉപേക്ഷിക്കുമ്പോൾ ഈ ഋണം ബാക്കി നിൽക്കൂലോ.
പിന്നെ എങ്ങനെയാ മോക്ഷം കിട്ടുക എന്നാണെങ്കിൽ സർവാത്മന ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ആ ഭക്തൻ്റെ ഹൃദയത്തിൽ തെളിഞ്ഞ് പ്രകാശിച്ച് അവനെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും മോചിപ്പിക്കും. ഭഗവാനെ, അടിയൻ്റെ പാപങ്ങളില്ലാതാക്കി ഭക്തി തന്ന് അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയോടെ ഈ വാക്കുകൾ ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കണു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.